LDF, UDF മുന്നണികൾക്ക് ഇരവിപുരം ഇത്തവണ അഭിമാന പോരാട്ടമാകും. ലീഗ് ജില്ലാ നേതൃത്വം എതിർപ്പുമായി രംഗത്തുണ്ടെങ്കിലും സിറ്റിംഗ് MLAയും RSP സംസ്ഥാന സെക്രട്ടറിയുമായ AA അസീസ് തന്നെയാകും മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി. സിനിമാ നടൻ മുകേഷ് ഉൾപ്പെടെ CPIM സാധ്യതാ പട്ടികയിൽ ഇടം പിടിക്കുകയും ചെയ്തതോടെ ഇരവിപുരം മണ്ഡലം ഏവരുടെയും ശ്രദ്ധാകേന്ദ്രമായി. മുന്നണി മാറിയ ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരവിപുരം സീറ്റ് വിജയിക്കുക എന്നത് RSPയുടെ നിലനിൽപ്പിന്റെ കൂടി കാര്യമാണ്. എന്നാൽ RSPയുടെ മുന്നണി മാറ്റം ബാധിച്ചിട്ടില്ല എന്ന് തെളിയിക്കാൻ ഇരവിപുരം സീറ്റ് തിരികെ പിടിക്കുക എന്നത് ഇടതുപക്ഷത്തിന്റെ അഭിമാന വിഷയവും. UDFനായി RSP സംസ്ഥാന സെക്രട്ടറി AA അസീസ് തന്നെ വീണ്ടും മണ്ഡലത്തിൽ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ LDFിൽ സീറ്റ് ആർക്കാണെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. CPMന് ലഭിച്ചാൽ നടൻ മുകേഷിന്റെ പേരും CITU ജില്ലാ നേതാവ് E ഷാനവാസ് ഖാന്റെ പേരുമാണ് പ്രഥമ പരിഗണനയിലുള്ളത്. CPIയും സീറ്റിനായി അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. മണ്ഡലത്തിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് AA അസീസ് വീണ്ടും മത്സരത്തിനിറങ്ങുന്നത്. പിന്നെ ഞാൻ MLA ആയിരുന്ന കാലഘട്ടത്തിൽ മുടങ്ങിക്കിടന്ന ഒരു കാര്യം യാഥാർത്ഥ്യമാക്കിയതാണ് ഉമേനല്ലൂർ പ്രിന്റിംഗ് പ്രസ്. അതും 23 കൊല്ലക്കാലം മുടങ്ങിക്കിടന്നതാണ്. ഞാൻ ആ ഭാഗത്തെ തൃക്കോവിലൂട്ടം പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ചിരുന്നപ്പോൾ എൻ്റെ MLA എന്നുള്ള കാലഘട്ടത്തിൽ ഞാൻ യാഥാർത്ഥ്യമാക്കിയതാണ്. ഇതൊക്കെ എടുത്തു പറയാവുന്നതാണ്. കോടിക്കണക്കിന് രൂപയുടെ ധാരാളം മറ്റ് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ അസീസിന്റെ അവകാശവാദം പൊള്ളയാണെന്നും മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ MLA എന്ന നിലയിൽ അസീസിന് കഴിഞ്ഞിട്ടില്ലെന്നുമാണ് ഇടതുപക്ഷത്തിന്റെ ആരോപണം. 5-6 ഹൈമാസ് ലൈറ്റുകൾ വെച്ചു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് എടുത്തു പറയത്തക്ക തരത്തിലുള്ള ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, അവിടെ തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുലിമുട്ടിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ആ പുലിമുട്ടിൻ്റെ പ്രശ്നത്തിൽ ആ ഫണ്ട് അനുവദിപ്പിക്കുന്ന കാര്യത്തിൽ അവിടെ തീരദേശവാസികൾ സമരം ചെയ്തപ്പോൾ ആ സമരത്തിനോടൊപ്പം പോലും നിൽക്കാതെ മുഖം തിരിഞ്ഞു നിന്നയാളാണ് MLA. കാലങ്ങളായി ലീഗ് മത്സരിച്ചു പോന്ന ഇരവിപുരം സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വവും രംഗത്തെത്തിയിട്ടുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, റിപ്പോർട്ടർ, കൊല്ലം.